അർജുനൻ ഭഗവാനോട് ചോദിച്ചു, അല്ലയോ കൃഷ്ണ, കർമ്മത്തേക്കാൾ ശ്രേഷ്ഠമാണ് ജ്ഞാനമെങ്കിൽ എന്തുകൊണ്ടാണ് കർമ്മം ചെയ്യാൻ അങ്ങനെ പ്രേരിപ്പിക്കുന്നത്? പരസ്പര വിരുദ്ധമായ ആശയങ്ങൾ ഉപദേശിച്ച് എന്നെ കുഴപ്പത്തിലാക്കാതെ ഇപ്പോൾ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് സുനിശ്ചിതമായി പറഞ്ഞു തരിക. ഇതു കേൾക്കെ ശ്രീ ഭഗവാൻ അർജുനനോട് പറഞ്ഞു, ജ്ഞാനയോഗമെന്നും കർമ്മയോഗമെന്നും രണ്ട് ധാർമ്മിക വ്യവസ്ഥകൾ ലോകത്തിലുണ്ട് എന്ന് ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ജന്മന ജ്ഞാനത്തിൽ താല്പര്യമുള്ളവരും കർമ്മത്തിൽ താല്പര്യമുള്ളവരുമുണ്ട്. ജ്ഞാനതൽപരന്മാർക്ക് ജ്ഞാനയോഗത്തിൻ്റെ മാർഗവും കർമ്മതൽപരന്മാർക്ക് കർമ്മയോഗത്തിൻ്റെ മാർഗവും സ്വീകരിക്കാം. ത്രിഗുണങ്ങളുടെ നിയോഗം കൊണ്ട് എല്ലാവരും കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അല്പസമയത്തേക്ക് പോലും കർമ്മം ചെയ്യാതിരിക്കാൻ ആർക്കും സാധ്യമല്ല. ഒരുത്തനും കർമ്മത്തിൽ നിന്ന് വിമുക്തിയില്ല. അതുകൊണ്ട് നീ നിനക്ക് വിധിച്ചിട്ടുള്ള കർമ്മം ചെയ്യുക. കർമ്മം ചെയ്യാതിരിക്കുന്നതിനേക്കാൾ കർമ്മം ചെയ്യുന്നതാണ് ഉത്തമം. കർമ്മം ചെയ്യാതെ ശരീരരക്ഷണം പോലും സാധ്യമല്ല. ഹേ അർജുന, കർമ്മത്തിന് ഒരു യുക്തി വ്യവസ്ഥയുണ്ട്. അതിൽ പ്രധാനം നിസ്വാർത്ഥമായി കർമ്മം ചെയ്യണം എന്നതാണ്. അതാണ് യജ്ഞം. സ്വാർത്ഥമായ കർമ്മങ്ങൾ മനുഷ്യന് ദുഃഖത്തിന് കാരണമാകും. കർമ്മത്തിന് ഫലമുണ്ട് എങ്കിലും അതിൽ ആസക്തി പാടില്ല. ആസക്തിയോടെ വ്യക്തമായ ഫലത്തിൽ കൊതി പെരുകി ചെയ്യുന്ന സ്വാർത്ഥ കർമ്മമാണ് കാര്യകർമ്മം. നിസ്വാർത്ഥമായ കർമ്മം ചെയ്ത് പരസ്പരം ഉപകാരം ചെയ്ത് ജീവിക്കണമെന്ന ഉദ്ദേശത്തോടെയാണ് പ്രജാപതി പ്രജകളെ സൃഷ്ടിച്ചിരിക്കുന്നത്. പ്രജകളെ സൃഷ്ടിച്ചിട്ട് പ്രജാപതി പറഞ്ഞു, പരസ്പരമുള്ള നിസ്വാർത്ഥ കർമ്മം കൊണ്ട് നിങ്ങൾ അഭിവൃദ്ധിപ്പെടുക. ഈ നിസ്വാർത്ഥ കർമ്മചര്യ നിങ്ങൾക്ക് പ്രീതികരമായ സുഖാനുഭവം നൽകും. ലോകം വ്യക്തിയെയും വ്യക്തി ലോകത്തെയും നിസ്വാർത്ഥ കർമ്മചര്യ കൊണ്ട് സന്തോഷിപ്പിച്ച് ഉത്കൃഷ്ടമായ ശ്രേയസ്സിനെ പ്രാപിക്കട്ടെ. നിസ്വാർത്ഥമായ കർമ്മചര്യ കൊണ്ട് ലഭിക്കുന്ന ലോകസമ്പത്ത് അതേ നിസ്വാർത്ഥമായ കർമ്മചര്യ കൊണ്ട് വർദ്ധിപ്പിക്കാതെ എടുത്തു പൂജിക്കുന്ന വ്യക്തി കള്ളനാണ്. ലോകത്തിൻ്റെ നിഷ്കാമമായ കർമ്മസമുച്ചയത്തിൻ്റെ സംയുക്ത ഫലത്തിൽ ഒരംശം പൂജിക്കുന്ന സജ്ജനങ്ങൾ എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തരാണ്. സ്വാർത്ഥമായി മാത്രം കർമ്മം ചെയ്യുന്നവർ പാപികളും ആണ്.